അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒരാളിൽ മാത്രം പഴി ചാരിക്കൊണ്ട് ചെയ്യാനാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ മാത്രം പഴി ചാരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ഉണ്ടോ? തിരുവനന്തപുരത്തിന്റെ ഭാഗവും ന്യായീകരിക്കാറുണ്ട്. നിങ്ങൾ ഓരോ മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്, ഇല്ലേ? നിങ്ങൾ ഓരോ മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് നിങ്ങൾ എടുക്കുന്ന ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിട്ട് നിക്ഷിപ്തമാവോ? ആവത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഞാന് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ ഒരു വിവാദം വന്നു. ഇതിൽ പരം അതിന് മുകളിൽ ഒന്നിനെക്കുറിച്ചും എനിക്കിപ്പോ സംസാരിക്കാൻ ഇല്ല. അത് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി കാര്യം. ഞാൻ ഇപ്പൊ ആക്ഷേപങ്ങൾ പലതും വരുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൊണ്ട് പറയുന്നതല്ല. എനിക്കിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇപ്പൊ അതായത് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല. മാധ്യമങ്ങൾ വരുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക, നമ്മുടെ ഭാഗം നമ്മൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുക. ഓക്കെ? കാര്യം നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ നിന്ന് കയ്യിൽ വെയിൽ കൊള്ളണ്ട. ഇത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പറയുന്നതല്ല. അല്ല, അവരെപ്പോ വിളിച്ചാലും പോണമല്ലോ. അത് നിങ്ങൾക്ക് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താന്ന് പറയും? എന്നെ വീണ്ടും കാര്യം അല്ല, അത് ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്ന സമയത്ത് പോകേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ അപ്പൊ ഞാൻ ചെല്ലും. അത് ഏത് സമയത്ത് വന്നാലും ചെല്ലും. അത് സാർ ഞാൻ വരുമ്പോൾ ഇപ്പൊ വിളിച്ചാലും ഞാൻ ചെല്ലണമല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇന്ന് ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പൊ എങ്ങനെ പറയും? ഇപ്പൊ ഉച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിലും പോകണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാവില്ലേ? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊക്കെ നിങ്ങൾ സ്വയം പറയുന്ന കാര്യങ്ങൾ. എനിക്ക് ഹോട്ടലുണ്ടെന്ന് വരെ പറഞ്ഞല്ലോ. കിളിമാനൂര് 30 കോടിയുടെ ഭൂമി ഇടപാടുണ്ടെന്ന് പറഞ്ഞു. 30 കോടി മാധ്യമങ്ങൾ തന്നെയല്ലേ പറഞ്ഞിരിക്കുക? 30 കോടിയുടെ ഭൂമി ഇടപാട് ഇപ്പൊ ഈ അടുത്ത് 1 കോടിയുടെ ഭൂമി ഇടപാട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അല്ല, പൊതുവാനൊരു കാര്യം, ഇപ്പൊ ഈ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേവസ്വം ബോർഡ് എല്ലാ വിഷയങ്ങളിലും പോറ്റിയുടെ മണ്ടക്കിട്ടിട്ട് ഒഴിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒഴിയാൻ പറ്റുമോ ഈ വിഷയത്തിൽ? അത് ഇപ്പൊ റിപ്പോർട്ട് ചാനലിൽ നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്? അതായത് അല്ല റിപ്പോർട്ടാണ് കാര്യം. ഞാൻ ബാംഗ്ലൂർ എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഈ എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വരെയും പോയി ഞാൻ ഇതിന്റെ പേരിൽ പിരിവെടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇളമ്പള്ളിയിൽ തന്നെ അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ബ്രദറിന്റെ റിപ്പോർട്ടറാണല്ലോ ഇന്നലെ പോയി എടുത്തത്. 35 ലക്ഷം രൂപ ഡോറിന് വേണ്ടിയിട്ട് സമാഹരിച്ചു. അതിനു മുമ്പ് നിങ്ങൾക്ക് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അജിത്തിന്റെ വൈഫ്. അജിത്ത് മരിച്ചുപോയി. അജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നിപ്പോ മലയാള മനോരമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അജിത്ത് എന്തുകൊണ്ട് മരിച്ചു? കോവിഡ് സമയത്ത് അയാൾ എന്തുകൊണ്ട് മരിച്ചു? നമുക്ക് ധാർമ്മികമായിട്ട് ചെയ്യുന്ന അയാൾ ഒരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മാസ്ക് ചോദിച്ചു. ഒരു 10 മാസ്ക് വാങ്ങിച്ചു കൊടുത്തു. അതിന്റെ തൊട്ടടുത്ത് രമേശ് റാവു അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി അയാൾ കൊടുക്കുന്ന ഒരാളിന് 10 മാസ്ക് കൊടുത്തു. അത് മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾ, എന്റെ ഒരു അഭിപ്രായം, മാധ്യമങ്ങൾ എപ്പോഴും ഒരു സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കരുത്. അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്നത്. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല, മാധ്യമങ്ങളിൽ വരുന്നത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളിൽ പ്രതികരിച്ച് നമ്മുടെ വീണ്ടും തെറ്റുകാരനാക്കണ്ട. ഇപ്പൊ എന്തൊക്കെ ആയിരുന്നാലും എല്ലാ ആരോപണം എന്നിലേക്ക് നിക്ഷിപ്തമായല്ലോ. അല്ല, അല്ല ഗോൾഡ് ഗ്ലാഡിംഗ് എന്ന് പറയുന്നത് അതാത് സ്ഥലത്ത് വെച്ച് ചെയ്യാൻ കഴിയും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ വരുമ്പോഴേ അത് 38 ദിവസമൊന്നും എടുത്തിട്ടില്ല. അത് സ്റ്റേറ്റ്മെന്റ് കമ്പനിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ന് കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അല്ല, അത് അവരോട് തന്നെ ചോദിക്കണം. കാര്യം അങ്ങനെയല്ല, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ ബാധ്യതയുള്ള ഒരാളാണ്, ഇല്ലേ? ഞാൻ നിങ്ങളൊരു 24-ൽ നിൽക്കുന്ന ആള്. ഞാനിപ്പോ റിപ്പോർട്ടിൽ വന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയും? അത് നിങ്ങൾക്ക് അറിയില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അവരോട് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്റെ കാര്യങ്ങൾ, എന്റെ സൈഡ് ഞാൻ കറക്റ്റായിട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ ആരോടും വിരോധം ഉണ്ടായിട്ടോ മീഡിയ ആയിട്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ അത് ആണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷെ അത് എനിക്ക് സ്വർണ്ണമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും മറ്റും പുറത്തു വരുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹാസറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ.